ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങൾ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്, സാർ ഞങ്ങൾക്ക് ഡിഗ്രി ലെവൽ അല്ലാത്ത പരീക്ഷകളും എഴുതണം. കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ് ഉണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, 10th പ്രിലിമിനറി എക്സാമിനേഷൻ തുടങ്ങിയ പല പരീക്ഷകളുമുണ്ട്. ആ പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു പ്രോഗ്രാം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വളരെ സവിസ്തരമായി കീറി മുറിച്ച് ക്ലാസ്സുകളിലൂടെ എടുക്കാൻ പോവുകയാണ്. ഇന്നിപ്പോൾ ക്ലാസ് എടുക്കുന്നത് ശ്രുതി വേണുഗോപാലാണ്. ശ്രുതി വേണുഗോപാലിൻ്റെ സഹോദരി സ്മൃതി വേണുഗോപാൽ ജോലി കിട്ടിപ്പോയിട്ട് കുറച്ച് ദിവസമായി. ഇതുപോലെ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ട് നിന്നതാണ്. പിന്നെ ശ്രുതിയും എത്രയും പെട്ടെന്ന് ജോലി കിട്ടി പോകുമെന്നുള്ളൊരു സംശയം വേണ്ട. പോകുന്നതിനകത്ത് ധാരാളം ക്ലാസ്സുകൾ എടുക്കാൻ തയ്യാറാകണം എന്ന് ആ കുട്ടിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സവിസ്തരമായ ഒരു ക്ലാസ്. ഇപ്രകാരമുള്ള ക്ലാസ്സുകൾ കേട്ടാൽ ഉത്തരം തിളങ്ങും. അപ്പോൾ ഉത്തരം വെട്ടി തിളങ്ങാൻ വേണ്ടി ഇന്ന് ഒരു ക്ലാസ് ഇവിടെ എടുക്കുകയാണ്. ആ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ശ്രുതി വേണുഗോപാലിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, 27/2012 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് സവിസ്തരം വിശകലനം ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. ഉത്തരം പെരിയാർ. പെരിയാറാണ് ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. ശിവഗിരി മല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കിയിലാണ് ശിവഗിരി മല സ്ഥിതി ചെയ്യുന്നത്. ശിവഗിരി മല ഇടുക്കിയിലാണ്. അവിടെ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്ന നദിയാണ് ഏത്? പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയും ഏതാണ്? പെരിയാറാണ്. കേരളത്തിൻ്റെ ഏറ്റവും നീളം കൂടിയ നദിയും കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ഏതാണ്? പെരിയാർ. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന നദിയും പെരിയാറാണ്. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന നദിയും ഏതാണ്? പെരിയാറാണ്. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്റർ. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണ് ഏത്? പെരിയാർ. ശിവഗിരി മലയിൽ നിന്ന് ഉത്ഭവിച്ച് വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദിയാണ് പെരിയാർ. കേരളത്തിൽ ആകെ എത്ര നദികളാണുള്ളത്? കേരളത്തിൽ ആകെ 44 നദികളാണുള്ളത്. കേരളത്തിൽ ആകെ 44 നദികളാണുള്ളത്. അതിൽ 3 കിഴക്കോട്ടൊഴുകുന്നവയും 41 പടിഞ്ഞാറോട്ടൊഴുകുന്നവയുമാണ്. കേരളത്തിൽ ആകെ 44 നദികളിൽ 3 കിഴക്കോട്ടൊഴുകുന്നവയും 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയുമാണ്. അതിൽ 3 ഏതൊക്കെയാണ്? കിഴക്കോട്ടൊഴുകുന്ന 3 കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. അതിൽ കബനിയാണ് ഏറ്റവും നീളം കൂടിയത്, 56 കിലോമീറ്റർ. കേരളത്തിലൂടെ കബനി ഒഴുകുന്ന നീളം 56 കിലോമീറ്റർ. ഒഴുകുന്ന ജില്ല വയനാട്. വയനാട്ടിലൂടെ 56 കിലോമീറ്റർ ഒഴുകുന്ന നദിയാണ് കബനി. തൊണ്ടാർമുടി കുന്നിൽ ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി. കബനിയുടെ നീളം 56 കിലോമീറ്റർ. ഒഴുകുന്നത് വയനാട് ജില്ലയിൽ. അടുത്തത് ഭവാനി. ഭവാനിയുടെ നീളം 38 കിലോമീറ്റർ ആണ്. ഭവാനിയുടെ നീളം 38 കിലോമീറ്റർ. പാലക്കാട് ജില്ലയിലൂടെ ഒഴുകുന്ന നദിയാണ് ഭവാനി. പാലക്കാട് ജില്ലയിലൂടെ കിഴക്കോട്ട് ഒഴുകി പോകുന്ന നദിയാണ് ഭവാനി. മൂന്നാമത്തത് പാമ്പാർ. പാമ്പാർ നദി 25 കിലോമീറ്റർ ആണ് പാമ്പാറിൻ്റെ നീളം. ഇടുക്കി ജില്ലയിലൂടെയാണ് പാമ്പാർ നദി ഒഴുകുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. നീളം 25 കിലോമീറ്റർ. കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികളാണ് പറഞ്ഞത്, കബനി, ഭവാനി, പാമ്പാർ. കബനി 56 കിലോമീറ്റർ വയനാട്ടിലൂടെ, ഭവാനി 38 കിലോമീറ്റർ പാലക്കാടിലൂടെ, പാമ്പാർ 25 കിലോമീറ്റർ ഇടുക്കിയിലൂടെ. ഇനി ഇവ 3 ഏതിൻ്റെ പോഷക നദികളാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. 41 നമ്മൾ പറഞ്ഞു. ആകെ 44 നദികൾ. അതിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഏതെന്ന് പറഞ്ഞു? പെരിയാർ. 244 കിലോമീറ്റർ. കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ നീളമുള്ള നദികൾ എത്ര എന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയാണ്?
11 നദികളാണ് കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ ഒഴുകുന്ന നദികൾ. എന്നാൽ 200 കിലോമീറ്ററിൽ കൂടുതൽ ഒഴുകുന്ന നദികൾ എത്ര എണ്ണമുണ്ട്? 2 എണ്ണമാണുള്ളത്. ഏതൊക്കെയാണ്? പെരിയാറും ഭാരതപ്പുഴയും. അപ്പോൾ കേരളത്തിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ ഒഴുകുന്ന നദികളുടെ എണ്ണം 11, എന്നാൽ 200 കിലോമീറ്ററിൽ കൂടുതൽ ഒഴുകുന്ന നദികളുടെ എണ്ണം 2, ഭാരതപ്പുഴയും പെരിയാറും. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആദ്യ 5 നദികൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് പെരിയാർ. പെരിയാർ 244 കിലോമീറ്റർ. രണ്ടാമത്തേത് ഭാരതപ്പുഴ 209 കിലോമീറ്റർ. മൂന്നാമത്തേത് പമ്പ 176 കിലോമീറ്റർ. നാലാമത്തേത് ചാലിയാർ 169 കിലോമീറ്റർ. അഞ്ചാമത്തേത് ചാലക്കുടിപ്പുഴ 146 കിലോമീറ്റർ. അപ്പോൾ 5 നദികളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആദ്യത്തേത് പെരിയാർ 244 കിലോമീറ്റർ. രണ്ടാമത്തേത് ഭാരതപ്പുഴ 209 കിലോമീറ്റർ. മൂന്നാമത്തേത് പമ്പ നദി 176 കിലോമീറ്റർ. 4 ചാലിയാർ 169 കിലോമീറ്റർ. 5 ചാലക്കുടിപ്പുഴ 146 കിലോമീറ്റർ അല്ലെങ്കിൽ 145.5 കിലോമീറ്റർ. അടുത്ത ഓപ്ഷനിലുള്ള മറ്റ് നദികളാണ് നെയ്യാർ. നെയ്യാർ എവിടെയാണ്? തിരുവനന്തപുരത്തൂടെ ഒഴുകുന്ന ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ. എവിടെയാണ്? തിരുവനന്തപുരം. ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ, തിരുവനന്തപുരം. അടുത്തത് മണിമലയാർ. പമ്പയുടെ പോഷക നദിയാണ് മണിമലയാർ. കോട്ടയത്തൂടെ ഒഴുകുന്ന നദിയാണ് മണിമലയാർ. എവിടെയാണ്? കോട്ടയത്താണ് പമ്പയുടെ പോഷക നദി. അടുത്തത് അച്ചൻകോവിലാർ. അച്ചൻകോവിലാർ കൊല്ലത്താണ്. അച്ചൻകോവിലാർ കൊല്ലമാണ്. മദർ തെരേസ വള്ളംകളിയൊക്കെ നടക്കുന്ന എവിടെയാണ്? അച്ചൻകോവിലാറിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? പെരിയാറാണെന്ന് പറഞ്ഞു. പെരിയാറിൻ്റെ നീളം 244 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ ജീവരേഖ. കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ചൂർണി എന്ന് പ്രതിപാദിക്കുന്ന നദി പെരിയാർ. പിന്നെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ എന്ന് പറഞ്ഞു. കേരളത്തിലെ ആകെ 44 നദികളാണ്. അതിൽ 3 കിഴക്കോട്ടൊഴുകുന്നു, കബനി, ഭവാനി, പാമ്പാർ. 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഇനി കേരളത്തിൽ എത്ര കായലുകളാണ് ആകെ ഉള്ളത്? കേരളത്തിലെ ആകെ എത്ര കായലുകളുണ്ട്? 34. അതിൽ 27 ഉൾനാടൻ ജലാശയങ്ങളും 7 കടലിനോട് ചേർന്ന് കിടക്കുന്നവയുമാണ്. ആകെ കേരളത്തിലെ 34 കായലുകൾ. അതിൽ 27 ഉൾനാടൻ കായലുകളും 7 കടലിനോട് ചേർന്ന് കാണപ്പെടുന്നവയുമാണ്. ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. ഏതൊക്കെ ജില്ലയിലൂടെയാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ് ഏത്? അഷ്ടമുടി. അഷ്ടമുടി രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടി. നീരാളിയുടെ മാതൃകയിൽ കാണപ്പെടുന്ന കായലും ഏതാണ്? അഷ്ടമുടി. നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായലും അഷ്ടമുടിയാണ്. കേരളത്തിൻ്റെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് അഷ്ടമുടിയാണ്. കേരളത്തിലെ കായലുകളിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന കായലും അഷ്ടമുടി കായലാണ്. ഇനി റംസാർ സൈറ്റിലുള്ള കേരളത്തിലെ കായലുകൾ ഏതൊക്കെയാണ്? റംസാർ സൈറ്റിലുള്ള കേരളത്തിലെ കായലുകളാണ് വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ. വേമ്പനാട്ട് കായൽ, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട കായൽ ഇവ 3 റംസാർ സൈറ്റിൽ ഉൾപ്പെട്ട കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട തണ്ണീർത്തടങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട്? കേരളത്തിൽ എത്ര ജില്ലാ പഞ്ചായത്തുകളുണ്ട്? ഉത്തരം 14 ജില്ലാ പഞ്ചായത്തുകളാണ് എവിടെയുള്ളത്? കേരളത്തിലുള്ളത്. 14 ജില്ലകൾക്ക് ഓരോ ജില്ലകൾക്കും ഓരോ ജില്ലാ പഞ്ചായത്ത്. ഇനി നമ്മുടെ കേരളത്തിൽ മൊത്തം എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഗ്രാമപഞ്ചായത്തുകൾ. ഗ്രാമപഞ്ചായത്ത് 941 ഗ്രാമപഞ്ചായത്തുകളാണ് കേരളത്തിലുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ.
152. ബ്ലോക്ക് പഞ്ചായത്തുകൾ 152. ജില്ലാ പഞ്ചായത്ത് 14. ജില്ലാ പഞ്ചായത്ത് 14. മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭകൾ 87. 87 മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ 87 നഗരസഭകൾ. കോർപ്പറേഷൻ 6. കോർപ്പറേഷൻ എത്രയാണ്? 6. കോർപ്പറേഷൻ 6. മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭ 87. ജില്ലാ പഞ്ചായത്ത് 14. ബ്ലോക്ക് പഞ്ചായത്ത് 152. ഗ്രാമപഞ്ചായത്ത് 941. മൊത്തം എത്രയായി? കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1200 കിട്ടും. അപ്പം നമ്മുടെ കേരളത്തിലെ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് മൊത്തം എന്ന് ചോദിച്ചാൽ എത്രയാണ്? 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പൺ ആണ്. റിപ്പൺ പ്രഭുവിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ലോർഡ് റിപ്പൺ അല്ലെങ്കിൽ റിപ്പൺ പ്രഭു. എന്നാൽ ഇന്ത്യയിലെ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് റിപ്പൺ പ്രഭു, എന്നാൽ പഞ്ചായത്ത് രാജിന്റെ പിതാവ് ആരാണ്? ബൽവന്ത് റായ് മേത്ത. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഫെബ്രുവരി 19 കേരളത്തിൽ എന്തായിട്ട് ആചരിക്കുന്നത്? പഞ്ചായത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. കേരളത്തിലെ ഫെബ്രുവരി 19 പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അത് ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനമാണ്. എന്നാൽ ഇന്ത്യയിലെ പഞ്ചായത്ത് ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 24. അത് പഞ്ചായത്ത് നിയമം നിലവിൽ വന്ന 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്നത്. അന്നാണ് ആ ഏപ്രിൽ 24 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് ദിനം ഏപ്രിൽ 24, എന്നാൽ കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം ഫെബ്രുവരി 19, ബൽവന്ത് റായ് മേത്തയുടെ ജന്മദിനം. എന്നാൽ പഞ്ചായത്ത് രാജ് എന്ന വാക്ക് കൊണ്ടുവന്നത് ആരാണ്? പഞ്ചായത്ത് രാജ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. പഞ്ചായത്ത് രാജ് ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയാണ്? 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് പഞ്ചായത്ത് രാജ് ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂറിലാണ് പഞ്ചായത്ത് രാജ് ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ 6 കോർപ്പറേഷനുകൾ ഉണ്ടെന്ന് പറഞ്ഞു. കോർപ്പറേഷൻ ഉണ്ട് 6. ആ 6ലും 6 മേയർമാരുണ്ട്. അപ്പോൾ പുതിയ 6 മേയർമാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 6 കോർപ്പറേഷനുകളാണ് നമുക്കുള്ളത്. അതിൽ 6 മേയർമാരെ ഒന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് തിരുവനന്തപുരം. മേയറാണ് BV രാജേഷ്. തിരുവനന്തപുരം മേയറാണ് BV രാജേഷ്. അടുത്തത് കൊല്ലം കോർപ്പറേഷൻ മേയറാണ് AK ഹാഫിസ്. AK ഹാഫിസ് കൊല്ലത്തെ നിലവിലെ മേയറാണ് AK ഹാഫിസ്. കൊച്ചി മേയറാണ് VK മിനിമോൾ. VK മിനിമോൾ. അപ്പോൾ തിരുവനന്തപുരം VV രാജേഷ്, കൊല്ലം AK ഹാഫിസ്, കൊച്ചി VK മിനിമോൾ. അടുത്തത് തൃശ്ശൂർ. തൃശ്ശൂരിലെ നിജി ജസ്റ്റിൻ. തൃശ്ശൂരിലെ നിജി ജസ്റ്റിൻ. കോഴിക്കോട് O സദാശിവൻ. കോഴിക്കോട് O സദാശിവൻ. അടുത്ത കണ്ണൂര് P ഇന്ദിര. അപ്പോൾ 1400 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിൽ 6 കോർപ്പറേഷൻ ഉണ്ട്. 6 കോർപ്പറേഷനിലെ മേയർമാരുടെ
പേരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. തിരുവനന്തപുരം VV രാജേഷ്, കൊല്ലം AK ഹാഫിസ്, കൊച്ചി VK മിനിമോൾ, തൃശൂർ നിജി ജസ്റ്റിൻ, കോഴിക്കോട് O സദാശിവൻ, കണ്ണൂർ P ഇന്ദിര. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ നടക്കാത്ത മണ്ഡലം ഏതാണ്? മട്ടന്നൂർ. 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 1199 മണ്ഡലങ്ങളിലേക്ക് മാത്രമേ ഇത്തവണ തിരഞ്ഞെടുപ്പ് നടന്നുള്ളൂ. തിരഞ്ഞെടുപ്പ് നടക്കാത്ത മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ മട്ടന്നൂരാണ്. കണ്ണൂരിലെ മട്ടന്നൂരാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കാത്ത മണ്ഡലം. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഏറ്റവും ചെറിയ ജില്ല, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. 1957 ആലപ്പുഴ നിലവിൽ വരുന്നത്. 1957 ആലപ്പുഴ നിലവിൽ വരുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴ. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. 1972 ജനുവരി 26 ഇടുക്കി നിലവിൽ വരുന്നത്. റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. 1972 ജനുവരി 26 ഇടുക്കി നിലവിൽ വരുന്നത്. ഇടുക്കിയുടെ ആസ്ഥാനം പൈനാവ്. ഇടുക്കിയുടെ ആസ്ഥാനം പൈനാവ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ, ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ഏതാണ്? പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല പാലക്കാട്. കേരളത്തിലെ എറണാകുളം ജില്ലയുടെ കുട്ടമ്പുഴ താലൂക്ക് ഇടമലക്കുടിയോട് ചേർത്തതോടെയാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് മാറുന്നത്. അപ്പം നിലവിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയും ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. കേരളത്തിലെ വനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ വനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി. വനം ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിലെ വനം കുറവുള്ള ജില്ല ആലപ്പുഴ. ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി. എന്നാൽ ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. വയനാടിൻ്റെ ആസ്ഥാനം കൽപ്പറ്റ. അപ്പോൾ ഓർത്തിരിക്കുക, ഏറ്റവും വലിയ ജില്ല ഇടുക്കി, ആസ്ഥാനം പൈനാവ്. 1972 ജനുവരി 26 രൂപീകരിച്ചു. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ 1957 രൂപീകരിച്ചു. വനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കി, ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴ. ശതമാനാടിസ്ഥാനത്തിൽ വനം ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്, ആസ്ഥാനം കൽപ്പറ്റ. ഇനി കേരളത്തിലെ ജനസാന്ദ്രത കൂടുതലുള്ള ജില്ല. കേരളത്തിലെ ജനസാന്ദ്രത കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ജനസാന്ദ്രത കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ജില്ല ഇടുക്കി. കേരളത്തിലെ ജനസാന്ദ്രത കൂടുതൽ തിരുവനന്തപുരം, ജനസാന്ദ്രത കുറവ് ഇടുക്കി. ജില്ലാ പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം. ജില്ലാ പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തൃശ്ശൂർ. ജില്ലാ പഞ്ചായത്തുകൾ കൂടുതലുള്ളത് മലപ്പുറം, ബ്ലോക്ക് പഞ്ചായത്തുകൾ കൂടുതലുള്ളത് തൃശ്ശൂർ. നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം. നഗരസഭകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം. ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം. ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം. എന്നാൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. ജനസംഖ്യ ഏറ്റവും കൂടിയ ജില്ല മലപ്പുറം, ഏറ്റവും കുറഞ്ഞ ജില്ല വയനാട്. അടുത്ത നാലാമത്തെ ചോദ്യം, സെന്റ് ആഞ്ചലോ കോട്ട സ്ഥിതി ചെയ്യുന്നത് എവിടെ? സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. സെന്റ് ആഞ്ചലോസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. അത് പണി കഴിപ്പിച്ച വർഷം 1505. 1505 സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിക്കുന്നത്. അന്നത്തെ വൈസ്രോയിയാണ് അൽമേഡ. സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിക്കുന്ന സമയത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽമേഡ. നീലജല നയം കൊണ്ടുവന്ന വൈസ്രോയാണ് അൽമേഡ. നീലജല നയം കൊണ്ടുവന്ന വൈസ്രോയാണ് അൽമേഡ. അപ്പോൾ ആഞ്ചലോസ് കോട്ട കണ്ണൂരിലാണ്. 1505 നിർമ്മിച്ച കോട്ടയാണ് ആഞ്ചലോസ് കോട്ട. അത് നിർമ്മിച്ചപ്പോൾ ആ സമയത്ത് വൈസ്രോയി എന്ന് പറയുന്ന അൽമേഡയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽമേഡ. ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന യൂറോപ്യന്മാരും അവസാനം പോയ യൂറോപ്യന്മാരും ആര് തന്നെയാണ്?
പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലേക്ക് ആദ്യം വന്നതും അവസാനം പോയതുമായ യൂറോപ്യൻ ശക്തികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. 1961 ഓപ്പറേഷൻ വിജയിലൂടെയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യ വിടുന്നത്. 1961 ഓപ്പറേഷൻ വിജയിലൂടെയാണ് പോർച്ചുഗീസുകാർ ഇന്ത്യ വിടുന്നത്. അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയാണ് VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനാണ് അന്നത്തെ പ്രതിരോധ മന്ത്രി. 1961 ഡിസംബർ 19 ഓപ്പറേഷൻ വിജയ്. അതോടെ ആര് ഇന്ത്യയിൽ നിന്ന് പോകുന്നു? പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് പോകുന്നു. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനമായിരുന്നു ഗോവ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യ വൈസ്രോയാണ് അൽമേഡ. എന്നാൽ രണ്ടാമത്തെ വൈസ്രോയാണ് അൽബുക്കർക്ക്. അൽബുക്കർക്കാണ് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയി. മിശ്ര കോളനി വ്യവസ്ഥ കൊണ്ടുവന്ന വൈസ്രോയി അൽബുക്കർക്കാണ്. മിശ്ര കോളനി വ്യവസ്ഥ കൊണ്ടുവന്ന വൈസ്രോയി അൽബുക്കർക്കാണ്. ഗോവ ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും 1510 വിലയ്ക്ക് വാങ്ങുന്നതും അൽബുക്കർക്കാണ്. 1510 ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും ഗോവ വിലയ്ക്ക് വാങ്ങുന്നത് അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ സതി നിരോധിച്ച പോർച്ചുഗീസ് വൈസ്രോയി ഏതാണ്? അൽബുക്കർക്കാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ. നീലജല നയം അൽമേഡയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുപോലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിക്കുന്നത് അൽമേഡയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. അദ്ദേഹമാണ് മിശ്ര കോളനി വ്യവസ്ഥ കൊണ്ടുവരുന്നത്, സതി നിരോധിക്കുന്നത്. കൂടാതെ ഗോവ ബിജാപ്പൂർ സുൽത്താനിൽ നിന്നും 1510 വിലയ്ക്ക് വാങ്ങുന്നു. ഒരു വിദേശ ശക്തി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ കോട്ട അതാണ് ഇത്? മാനുവൽ കോട്ട. മാനുവൽ കോട്ട 1503 പോർച്ചുഗീസ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ഒരു പോർച്ചുഗീസ് അല്ലെങ്കിൽ ഒരു വിദേശ ശക്തി ആദ്യമായിട്ട് നിർമ്മിക്കുന്ന കോട്ടയാണ് മാനുവൽ കോട്ട. അതിനെ പള്ളിപ്പുറം കോട്ട എന്നും ആയക്കോട്ട എന്നും വൈപ്പിൻ കോട്ട എന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ ഒരു വിദേശ ശക്തി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട 1503. അത് നിർമ്മിക്കുമ്പോൾ ഭരണാധികാരി അൽബുക്കർക്കാണ്. അദ്ദേഹം അന്ന് വൈസ്രോയി ആയിട്ടില്ല. വൈസ്രോയി ആയിട്ട് ആദ്യം വരുന്നത് അൽമേഡയാണ് 1505. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 1940 മുതിരമ്പുഴ. 1940 പണികഴിപ്പിച്ച ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. മുതിരമ്പുഴയിലാണ് പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? പള്ളിവാസൽ 1940. എന്നാൽ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് 1972. 1972 ആണ് മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി കോഴിക്കോട്. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ്? പെരിയാർ. ജലവൈദ്യുത പദ്ധതികൾ ഏറ്റവും കൂടുതലുള്ള നദി പെരിയാർ. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. എന്നാൽ മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി 1972. അടുത്ത ഏഴാമത്തെ ചോദ്യം, മാർജാര വംശത്തിലെ ഏറ്റവും വലിയ മൃഗം. മാർജാര വംശത്തിലെ ഏറ്റവും വലിയ മൃഗമാണ് കടുവ. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ പ്രഖ്യാപിച്ച വർഷം 1972. ഇന്ത്യയുടെ ദേശീയ മൃഗമായിട്ട് കടുവയെ പ്രഖ്യാപിച്ച വർഷം 1972. എന്നാൽ പ്രോജക്റ്റ് ടൈഗർ വരുന്നത് 1973. പ്രോജക്റ്റ് ടൈഗർ വരുന്നത് 1973. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ് ഏതൊക്കെ? പെരിയാറും പറമ്പിക്കുളവും. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളാണ് പെരിയാറും പറമ്പിക്കുളവും. ഇനി പ്രോജക്റ്റ് എലിഫന്റ് വരുന്നത് 1992. പ്രോജക്റ്റ് എലിഫന്റ് വരുന്നത് 1992. എലിഫന്റിന്റെ ശാസ്ത്രീയ നാമം, ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ്. എലിഫസ് മാക്സിമസ് എന്നാണ് ആനയുടെ ശാസ്ത്രീയ നാമം. എന്നാൽ കടുവയുടെ ശാസ്ത്രീയ നാമമാണ് പാന്തറ ടൈഗ്രിസ്. പാന്തറ ടൈഗ്രിസ്. പാന്തറ ടൈഗ്രിസ് ആണ് കടുവയുടെ ശാസ്ത്രീയ നാമം. ആനയുടെ ശാസ്ത്രീയ നാമമാണ് എലിഫസ് മാക്സിമസ്. ഇനി അടുത്തത് ചീറ്റ. ചീറ്റയെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ദേശീയ ഉദ്യാനമാണ് കുനോ നാഷണൽ പാർക്ക്. അതെവിടെയാണ്? മധ്യപ്രദേശ്. കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. അവിടെയാണ് ചീറ്റയെ സംരക്ഷിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ഉദ്യാനങ്ങളിൽ പെടാത്ത വനമേഖല. താഴെ തന്നിട്ടുള്ളവയിൽ ദേശീയ ഉദ്യാനങ്ങളിൽ പെടാത്ത വനമേഖലയാണ് ചോദിച്ചത്. ഓപ്ഷൻ വായിക്കാം. ഇരവികുളം, സൈലന്റ് വാലി, ചിന്നാർ, പാമ്പാടും ചോല. ഇരവികുളം, സൈലന്റ് വാലി, ചിന്നാർ, പാമ്പാടും ചോല. താഴെ തന്നിട്ടുള്ളവയിൽ വന്യജീവി സങ്കേതം അല്ല ദേശീയ ഉദ്യാനം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്?
ചിന്നാറാണ് ദേശീയ ഉദ്യാനം അല്ലാത്തത്. ചിന്നാർ പിന്നെ എന്താണ്? വന്യജീവി സങ്കേതമാണ് ചിന്നാർ തന്നിട്ടുള്ളവയിൽ ദേശീയ ഉദ്യാനം അല്ലാത്തത് ചിന്നാറാണ്. ചിന്നാർ എന്താണ്? വന്യജീവി സങ്കേതമാണ്. അപ്പോൾ നമുക്ക് കേരളത്തിലെ ദേശീയ ഉദ്യാനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. കേരളത്തിലെ 5 ദേശീയ ഉദ്യാനങ്ങളാണുള്ളത്. അത് നമുക്കൊരു കോഡിലൂടെ പഠിക്കാം. ഇരവി, സൈലൻ്റായി പോ, മതിലിനപ്പുറം, ആനയും പാമ്പുമുണ്ട്. ഇരവി, സൈലൻ്റായിട്ട് പോ, മതിലിനപ്പുറം, ആനയും പാമ്പുമുണ്ട്. അപ്പോൾ 5 ദേശീയ ഉദ്യാനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തേത് ഇരവികുളം നാഷണൽ പാർക്ക്, രണ്ടാമത്തേത് സൈലന്റ് വാലി, മൂന്നാമത്തേത് മതികെട്ടാൻ-ചോല, 4 ആനമുടി-ചോല, 5 പാമ്പാടും-ചോല. ഇരവി, സൈലൻ്റായിട്ട് പോ, മതിലിനപ്പുറം, ആനയും പാമ്പുമുണ്ട്. ഇരവികുളം നാഷണൽ പാർക്ക് ആകുന്ന വർഷം 1978 ഇരവികുളം നാഷണൽ പാർക്ക് ആവുന്നത്. ഇരവികുളം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 1978 ഇരവികുളം നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയ ഉദ്യാനമാകുന്നത്. അടുത്തത് സൈലന്റ് വാലി. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. 1984 ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. 1984 ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ 1985 രാജീവ് ഗാന്ധിയാണ് സൈലന്റ് വാലി ഉദ്ഘാടനം ചെയ്യുന്നത്. അടുത്തത് മതികെട്ടാൻ-ചോല, ആനമുടി-ചോല, പാമ്പാടും-ചോല. ഇത് മൂന്നും വന്നത് 2003 ആനമുടി-ചോല, മതികെട്ടാൻ-ചോല, പാമ്പാടും-ചോല ഈ 3 ദേശീയ ഉദ്യാനങ്ങളും വരുന്നത് 2003 ഇത് 3ഉം ഇടുക്കി ജില്ലയിലാണ്. ഏതൊക്കെയാണ്? മതികെട്ടാൻ-ചോല, ആനമുടി-ചോല, പാമ്പാടും-ചോല. ഇങ്ങനെ 5 ദേശീയ ഉദ്യാനങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും വലുത് ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടും-ചോല. അപ്പോൾ 5 ദേശീയ ഉദ്യാനങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഇരവികുളമാണ് ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം. ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. 1978 ദേശീയ ഉദ്യാനമായി മാറി. ഏറ്റവും ചെറുത് പാമ്പാടും-ചോല ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നു. 2003 ദേശീയ ഉദ്യാനമായി മാറി. ഇനി അടുത്ത ഏതാണ്? സൈലന്റ് വാലി. പാലക്കാട് മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായത് 1984 പ്രഖ്യാപിച്ചു. 85 രാജീവ് ഗാന്ധി ഉദ്ഘാടനം ചെയ്തു. അടുത്തത് മതികെട്ടാൻ-ചോലയും ആനമുടി-ചോലയും രണ്ടും 2003 ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടുക്കി. ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. നമ്മുടെ ചോദ്യത്തിൽ ഏതാണ് ദേശീയ ഉദ്യാനം അല്ലാത്തതെന്ന് ചോദിച്ചു. ഏതാണ്? ചിന്നാറാണ്. ചിന്നാർ എന്ന് പറയുന്നത് വന്യജീവി സങ്കേതമാണ്. 1984 ചിന്നാർ നിലവിൽ വരുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത് 1984 അതേ 1984 നിലവിൽ വന്ന മറ്റ് വന്യജീവി സങ്കേതങ്ങളാണ്. ഒന്ന് ശെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്. 1984 ചിന്നാർ വരുന്നത്. 1984 ശെന്തുരുണി കൊല്ലം ജില്ലയിലാണ് വരുന്നത്. അതുപോലെ 1984 ആറളം വന്യജീവി സങ്കേതം, അത് കണ്ണൂരിലാണ്. ഇവ 3 വരുന്നത് എന്നാണ്? 1984. അപ്പോൾ 1984 ചിന്നാർ നിലവിൽ വരുന്നത്. അതുപോലെ 1984 നിലവിൽ വരുന്ന മറ്റൊരു വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി കൊല്ലം ജില്ലയിലാണ്. ചിന്നാർ ഇടുക്കി ജില്ലയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? പാമ്പാർ. അപ്പോൾ 1984 ചിന്നാർ വരുന്നത്. 1984 ശെന്തുരുണി വരുന്നത്. 1984 ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ. അതുപോലെ 1984 ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ. 1984 ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂർ. അപ്പോൾ 84 നിലവിൽ വന്ന വന്യജീവി സങ്കേതങ്ങൾ 4 ഓർത്തിരിക്കുക. 1 ചിന്നാർ, 2 ശെന്തുരുണി, 3 ചിമ്മിനി, 4 ആറളം. ഈ 4 ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1984.
ചിന്നാർ വന്യജീവി സങ്കേതത്തിനെ പറ്റി പറയുമ്പോൾ എന്താണ്? കേരളത്തിലെ മഴൽ നിഴൽ പ്രദേശമാണ് ചിന്നാർ. കേരളത്തിലെ മഴൽ നിഴൽ പ്രദേശമാണ് ചിന്നാർ. ഇനി ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ, വെള്ളക്കാട്ടുപോത്ത്, ചാമ്പൽ മലയണ്ണാൻ, മഗ്ഗർ, മുതല എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ്? ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. അപ്പോൾ താഴെ തന്നിട്ടുള്ളവയിൽ ദേശീയ ഉദ്യാനമല്ലാത്തത് ചിന്നാറാണെന്ന് പറഞ്ഞു. ചിന്നാർ 1984 കേരളത്തിലെ മഴനിഴൽ പ്രദേശം ചിന്നാർ. ചിന്നാറിലൂടെ ഒഴുകുന്ന നദി പാമ്പാറാണെന്ന് പറഞ്ഞു. അതുപോലെ ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്ന ജീവികളാണ് ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്രയാമ, വെള്ളക്കാട്ടുപോത്ത്, മഗ്ഗർ, മുതല. 9ാമത്തെ ചോദ്യം, ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. വൈക്കം മുഹമ്മദ് ബഷീറാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത്. തലയോല പറമ്പിലാണ് അദ്ദേഹം ജനിക്കുന്ന സ്ഥലം എവിടെയാണ് ബഷീർ ജനിക്കുന്നത്? തലയോല പറമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് പ്രേമലേഖനം, ബാല്യകാല സഖി, ഭാർഗവി നിലയം, എൻ്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, മതിലുകൾ. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. ബഷീറിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രേമലേഖനം, ബാല്യകാല സഖി, എൻ്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, ഭാർഗവി നിലയം, മതിലുകൾ എന്നിങ്ങനെയാണ്. ബഷീറിൻ്റെ ആത്മകഥയാണ് ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകളാണ് ബഷീറിൻ്റെ ആത്മകഥ. അപ്പോൾ ബഷീറിൻ്റെ കൃതികളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ഭാർഗവി നിലയം, മതിലുകൾ, പ്രേമലേഖനം, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, പിന്നെ ബാല്യകാല സഖി, മതിലുകൾ. ഇവയെല്ലാം ആരുടെ കൃതികളാണ്? ബഷീറിൻ്റെ കൃതികളാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പാണ് ഏതെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആത്മകഥയാണ് ഏതെന്ന് പറഞ്ഞു? ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകൾ. ബഷീറിനോടുള്ള ആദര സൂചകമായിട്ട് 2026 ബേപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത ബഷീർ സ്മാരകത്തിൻ്റെ പേരാണ് ആകാശമിഠായി. ആകാശമിഠായി. ബഷീറിനോടുള്ള സ്മരണാർത്ഥമായി ബേപ്പൂരിൽ നിലവിൽ വന്ന 2026 നിലവിൽ വന്ന ബഷീറിൻ്റെ സ്മാരകമാണ് ആകാശമിഠായി. ആകാശമിഠായി. താഴെ തന്നിട്ടുള്ളതിൽ ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ള സാഹിത്യകാരന്മാരെ ചോദിക്കാറുണ്ട്. അതിൽ ഉറപ്പായിട്ട് ഓപ്ഷനിൽ വൈക്കം മുഹമ്മദ് ബഷീർ കാണും. പക്ഷേ ഓർത്തിരിക്കുക, ബഷീറിന് എന്ത് കിട്ടിയിട്ടില്ല? ജ്ഞാനപീഠം കിട്ടിയിട്ടില്ല. ജ്ഞാനപീഠം കിട്ടിയിട്ടില്ല. ആർക്ക്? ബഷീറിന്. ആകപ്പാടെ ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ള മലയാളികൾ എത്ര പേരാണ്? 6 പേരാണ്. ഇനി ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒരാളാണ് NP മുഹമ്മദ്. NP മുഹമ്മദ്. NP മുഹമ്മദും MT വാസുദേവൻ നായരും ചേർന്ന് എഴുതിയ കൃതിയാണ് അറബിപ്പൊന്ന്. അറബിപ്പൊന്ന് എന്ന് പറയുന്നത് NP മുഹമ്മദും MTയും ചേർന്ന് എഴുതിയ കൃതിയാണ് അറബിപ്പൊന്ന്. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണെന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹം ജനിച്ചത് തലയോല പറമ്പാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഏതൊക്കെ? പ്രേമലേഖനം, ബാല്യകാല സഖി. ബാല്യകാല സഖിയുടെ പ്രധാന കഥാപാത്രങ്ങളാണ് മജീദും സുഹറയും. അതുപോലെ എൻ്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു, മതിലുകൾ, പിന്നെ പാത്തുമ്മയുടെ ആട്, പിന്നെ വേറെ ഏതൊക്കെയാണ്? മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ. ഇതെല്ലാം ആരുടെ കൃതികളാണ്? ബഷീറിൻ്റെ കൃതികളാണ്. ആത്മകഥ ഓർമ്മയുടെ അറകൾ. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ബേപ്പൂരിൽ ഉദ്ഘാടനം ചെയ്ത ബഷീർ സ്മാരകമാണ് ആകാശമിഠായി. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ചോദ്യം, ഓടക്കുഴൽ ആരുടെ പ്രശസ്ത കൃതിയാണ്? ഓടക്കുഴൽ ആരുടെ പ്രശസ്ത കൃതിയാണ്? എല്ലാവർക്കും അറിയാം. ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതിയാണ് ഓടക്കുഴൽ. ജി ശങ്കരക്കുറുപ്പിൻ്റെ കൃതിയാണ് ഓടക്കുഴൽ. ജി എന്ന് വിളിക്കുന്ന കവിയാണ് ആര്? ജി ശങ്കരക്കുറുപ്പ്. ജി എന്ന് വിളിക്കുന്ന കവിയാണ് ആര്? ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് ഓടക്കുഴൽ. അദ്ദേഹത്തിന് 1965 ഓടക്കുഴലിനാണ് എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന കൃതിയാണ് സൂര്യകാന്തി. സൂര്യകാന്തി അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാന കൃതിയാണ്. അതുപോലെ വാ കുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരുകുരുവി എന്ന് തുടങ്ങുന്ന കവിത ആരുടേതാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റേതാണ്. വാ കുരുവി വരുകുരുവി വാഴക്കൈമേൽ ഇരുകുരുവി എന്ന് തുടങ്ങുന്ന കവിത ആരുടെയാണ്? ജി ശങ്കരക്കുറുപ്പിൻ്റെതാണ്. അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയത് 1965 ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജി ശങ്കരക്കുറുപ്പിന് എന്ത് കിട്ടുന്നത്? ജ്ഞാനപീഠം ലഭിക്കുന്നത്. 1965 ആദ്യമായിട്ട് ജ്ഞാനപീഠം കിട്ടുന്ന കവിയും ആര് തന്നെയാണ്? ജി ശങ്കരക്കുറുപ്പാണ്. കാക്കേ കാക്കേ കൂടെവിടെ എന്ന കവിതയും പ്രാവേ പ്രാവേ പോകരുതേ എന്ന് പറയുന്ന കവിത, ഇത് രണ്ടും എഴുതിയതാരാണ്? ഉള്ളൂരസ് പരമേശ്വരയ്യരാണ്. നമുക്ക് ജ്ഞാനപീഠം കിട്ടിയ മലയാളികളെ ഒന്ന് നോക്കാം. ഒന്നാമത്തേത് 1965
ജി ശങ്കരക്കുറുപ്പ്. ഏത് കൃതിക്കാണ് കിട്ടിയത്? ഓടക്കുഴൽ. ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജി ശങ്കരക്കുറുപ്പിന് 1965 ജ്ഞാനപീഠം ലഭിക്കുന്നത്. രണ്ടാമത് ലഭിക്കുന്നത് 1980 എസ് കെ പൊറ്റക്കാട്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിനാണ് എസ് കെ പൊറ്റക്കാടിന് 1980 ജ്ഞാനപീഠം ലഭിക്കുന്നത്. അപ്പോൾ 1965 ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴലിനും 1980 എസ് കെ പൊറ്റക്കാടിന് ഒരു ദേശത്തിൻ്റെ കഥയ്ക്കുമാണ് കിട്ടുന്നത്. ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവൽ നടക്കുന്ന പ്രദേശം അതിരാണിപ്പാടം. അതിൽ പ്രധാന കഥാപാത്രമാണ് ശ്രീധരൻ. ഇനി 82 വരെ പ്രധാന കൃതികൾക്കാണ് ജ്ഞാനപീഠം കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ 82 മുതൽ അത് സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുക്കുന്നത്. 82 വരെ എന്തിനാണ്? പ്രധാന കൃതിക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ 82 ശേഷം സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്ത കിട്ടുന്നത് 84 തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് കിട്ടുന്നത്. തകഴി ശിവശങ്കര പിള്ളയ്ക്കാണ് 84 ലഭിക്കുന്നത്. എന്തിനാണ്? സമഗ്ര സംഭാവന. അപ്പോൾ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു കൃതി എടുത്ത് പറയാനില്ല. 1984 തകഴിക്കാണ് കിട്ടുന്നത്. അതിനുശേഷം 1995 MT വാസുദേവൻ നായർക്കാണ് 1995 ലഭിക്കുന്നത്. അടുത്തത് 2007 ONV കുറുപ്പിനാണ് 2007 ലഭിക്കുന്നത്. അപ്പോൾ 1965 ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴൽ, 1980 എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ, 84 തകഴി, 95 MT വാസുദേവൻ നായർ, 2007 ONV കുറുപ്പ്. അടുത്തത് 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് 2019 ലഭിക്കുന്നത്. അപ്പം മൊത്തം എത്ര പേർക്കാണ്? 6 മലയാളികൾക്കാണ് ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളത്. 65 ജി ശങ്കരക്കുറുപ്പ്. ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിക്കുന്ന കവിയും ആര് തന്നെയാണ്? ജി ശങ്കരക്കുറുപ്പാണ്. 1965 ജി ശങ്കരക്കുറുപ്പ്, 80 എസ് കെ പൊറ്റക്കാട്, 84 തകഴി, 95 MT വാസുദേവൻ നായർ, 2007 ONV കുറുപ്പ്, 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരി. രാജ്യസഭയിലേക്ക് ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്ത കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. രാജ്യസഭയിലേക്ക് ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്ത കവി ആരാണ്? നമ്മുടെ ജി ശങ്കരക്കുറുപ്പാണ്. എന്നാൽ രാജ്യസഭയിലേക്ക് ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ട മലയാളി ആരാണ്? സർദാർ KM പണിക്കറാണ്. രാജ്യസഭയിലേക്ക് ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്ത മലയാളി സർദാർ KM പണിക്കർ. എന്നാൽ ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത കവി ജി ശങ്കരക്കുറുപ്പ്. എന്നാൽ ആദ്യമായി ലോകസഭയിലേക്ക് തിരഞ്ഞെടുത്ത സാഹിത്യകാരനാണ് എസ് കെ പൊറ്റക്കാട്. 2025 ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത് EP രാജഗോപാലിനാണ്. അദ്ദേഹത്തിൻ്റെ ഉൾക്കഥ എന്ന ഒരു വിമർശന ഗ്രന്ഥത്തിനാണ് എന്ത് ലഭിക്കുന്നത്? ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. 2025 ഓടക്കുഴൽ അവാർഡ് EP രാജഗോപാൽ, ഉൾക്കഥ എന്ന വിമർശന ഗ്രന്ഥത്തിന്. അടുത്ത 11ാമത്തെ ചോദ്യം, വാഗൺ ട്രാജഡി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാഗൺ ട്രാജഡി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപമായിട്ടാണ് വാഗൺ ട്രാജഡി ബന്ധപ്പെട്ടിരിക്കുന്നത്. വർഷം 1921 നവംബർ 10. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടക്കുന്നത്. അപ്പോൾ വാഗൺ ട്രാജഡി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം നടന്നത് 1921 നവംബർ 10. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷന്റെ പേരാണ് നാപ്പ് കമ്മീഷൻ. നേപ്പ് കമ്മീഷൻ ആണ് എന്ത്? വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. എന്നാൽ മലബാർ കലാപം അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷനാണ്. എന്ത്? മലബാർ കലാപം അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ വില്യം ലോഗൻ. എന്നാൽ വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മീഷനാണ് നേപ്പ് കമ്മീഷൻ. ഇനി വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10. ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. അതിൻ്റെ പേരാണ് MSLV 1711.
MSLV 1711 എന്നാണ് തിരൂരിലെ വാഗൺ ട്രാജഡി സ്മാരകത്തിൻ്റെ പേര്. മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവൻ. മലബാർ കലാപം എന്ന പുസ്തകം എഴുതിയത് കെ മാധവൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം. കേരളത്തിൽ എത്ര ലോക്സഭാ സീറ്റുകളാണുള്ളത്? 20 ലോക്സഭാ സീറ്റുകളാണുള്ളത്. എന്നാൽ എത്ര രാജ്യസഭാ സീറ്റുകളാണുള്ളത്? 9 രാജ്യസഭാ സീറ്റുകളാണുള്ളത്. കേരളത്തിൽ 20 ലോക്സഭാ സീറ്റും 9 രാജ്യസഭാ സീറ്റും. ആകെ എത്ര പാർലമെൻറ്റ് സീറ്റാണുള്ളത്? 29 MP-മാരാണ് കേരളത്തിലുള്ളത്. അതിൽ 20 ലോക്സഭയും 9 രാജ്യസഭയും. ഈ 20-ൽ 2 പട്ടികജാതി സംവരണ മണ്ഡലങ്ങളാണ്. ഏതൊക്കെയാണ്? മാവേലിക്കരയും ആലത്തൂരും. മാവേലിക്കരയും ആലത്തൂരും എന്താണ്? പട്ടികജാതി സംവരണ മണ്ഡലങ്ങളാണ് ഈ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ. കേരളത്തിൽ 140 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ പട്ടിക ജാതി സംവരണ മണ്ഡലങ്ങൾ 14ഉം പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ 2ഉമാണ്. 14 പട്ടികജാതി സംവരണ മണ്ഡലങ്ങളും 2 പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളും. അത് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങളാണ് ഏതൊക്കെ? മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും. മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും. അതിലെ മാനന്തവാടിയിലെ നിലവിലെ MLA ആണ് OR കേളു. കേരളത്തിലെ SC/ST വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് OR കേളു. OR കേളു. കേരളത്തിലെ അതിർത്തി പുനർനിർണയ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? A ഷാജഹാൻ. അദ്ദേഹം തന്നെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാനും. അപ്പോൾ എപ്പോഴും അതിർത്തി പുനർനിർണയ കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കും? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ തന്നെ ആയിരിക്കും. 27/2012 കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇത് ചോദ്യം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇതിൽ കുറച്ച് ചോദ്യങ്ങളെ നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളൂ. ബാക്കി ചോദ്യങ്ങളും വിശകലനവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.